أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت عاد المرسلين إذ قال لهم أخوهم هود ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين. صدق الله العظيم. സൂറത്ത് ഷുഅറാ 123 മുതൽ 128 വരെ ആയത്തുകൾ. കസ്സബത്ത് ആദുൻ, ആദ് കളവാക്കി, അൽ മുർസലീൻ റസൂലുള്ളാഹിമാരെ. ഇത് ഖാല ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞ സന്ദർഭം. ഇത് ഖാല ലഹും, അവരോട് പറഞ്ഞ സന്ദർഭം. അഹൂഹും, അവരുടെ സഹോദരൻ, ഹൂദ്. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലയോ? അല എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഇല്ല. അപ്പോൾ അല ഇല്ല എന്നാണ്. വേറൊരു അല ഉണ്ട്, അല അറിയണം എന്ന് പറയണം, അതല്ല ഇത്. ഇന്നി ലക്കും റസൂലുൻ, നിശ്ചയം ഞാൻ നിങ്ങൾക്കുള്ള റസൂലാകുന്നു. അമീനുൻ, വിശ്വസ്തനായ. ഫത്തഖുല്ലാഹ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. വഅതിഊൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. വമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, മിൻ അജ്രിൻ, യാതൊരു പ്രതിഫലവും. ഇൻ അജ്രിയ, എൻ്റെ പ്രതിഫലം അല്ല, ഇല്ല അല റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൻ്റെ ബാധ്യതയായിട്ടല്ലാതെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിലല്ലാതെ. ഇനി ഹൂദ് അലൈഹിസ്സലാമിൻ്റെ അല്ലെങ്കിൽ ആദ് സമൂഹത്തിൻ്റെ കഥ പറയുകയാണ്. സൂറത്തിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഅല്ലക ബാഹിഉ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനാകാത്തത് വല്ലാത്ത ദുഃഖവും, അങ്ങനെ സ്വന്തത്തെ തന്നെ അപകടപ്പെടുത്താൻ മാത്രമുള്ള ദുഃഖം ഉണ്ട് എന്നർത്ഥം. ദുഃഖിച്ച് തളർന്ന് നശിച്ചു പോകുമോ എന്ന് തോന്നുന്ന തരത്തിൽ. എന്നിട്ട് പിന്നെ പറഞ്ഞു, അവർ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് ആകാശത്ത് നിന്ന് അവരുടെ തല കുനിപ്പിക്കാൻ പറ്റുന്ന ഒരായത്ത് ഇറക്കി കൊടുക്കും. എന്നാൽ ഇപ്പോൾ ഉത്ബോധനമാകുന്നുള്ള ആയത്തുകളാണ് കാരുണ്യവാനായ റബ്ബ് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ അവഗണിക്കുകയാണ്. അവർ കളവാക്കുന്നുണ്ട്. എന്നാൽ മുമ്പ് കളവാക്കിയവരുടെ, അവർ കളവാക്കിയതിൻ്റെ വിവരങ്ങൾ ഉടനെ തന്നെ അവർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈ കഥകളിലേക്ക് പോയത്. അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എത്ര നല്ല ഇണകൾ ഈ ദുനിയാവിൽ നാം വളർത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ മതി അവർക്ക്. അത് തന്നെ മതി ആയത്തായിട്ട്. പക്ഷേ അവരധിക പേരും വിശ്വസിക്കുന്നില്ല. പക്ഷേ താങ്കളുടെ റബ്ബ് അജയ്യനും കാരുണ്യവാനുമാണ്. ഇങ്ങനെയാണ് ഈ സൂറത്തിൻ്റെ ആമുഖം. അതിലേക്ക് ചേർത്ത് വെച്ചതാണ് മൂസാ അലൈഹി സ്വലാമിൻ്റെ കഥ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കഥ, അതുപോലെ നൂഹ് അലൈഹി സ്വലാമിൻ്റെ കഥയും. ഇനി അതിൻ്റെ ശേഷം വന്ന ഹൂദ് അലൈഹി സ്വലാമിൻ്റെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹൂദ് അലൈഹി സ്വലാമിൻ്റെ നാട്ടുകാർ ആദ് ജനതയായിരുന്നു. അറബികൾക്ക് അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയാത്ത വിധം മണ്ണിനടിയിൽ താഴ്ന്നു പോയിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സൗദി അറേബ്യയുടെ റബൂൽ ഖാലി അഥവാ ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടർ, എംപ്റ്റി ക്വാർട്ടർ എന്ന് പറയപ്പെടുന്ന പ്രദേശമാണ്. മണലിൽ നിന്നാൽ വെള്ളത്തിൽ നിന്ന പോലെ താഴ്ന്നു പോകുന്ന ഉറക്കാത്ത നിലമുള്ള സ്ഥലമാണ്. അവിടെ ആരും താമസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബതുക്കൾ പോലും ആ സ്ഥലത്തിൻ്റെ അടിയിലുണ്ടാകാം അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ അതിൽ നിന്ന് അവർ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഹൂദ് അലൈഹി സ്വലാമിൻ്റെ കൂടെ രക്ഷപ്പെട്ടു പോയ ഒരു സമൂഹം പാർത്ത സ്ഥലമുണ്ട് യമനിൽ.
അതാണ് രണ്ടാം ആദ് എന്നറിയപ്പെടുന്നത്, ഇവരുടെ പിന്മുറക്കാർ. ഈ ആദ് ജനത എന്നാലും അവരുടെ കഥകളിലൂടെ അറബി ഭാഷയിൽ പോലും സ്വാധീനം ചെലുത്താൻ മാത്രം നിറഞ്ഞു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പുരാതനമായ വളരെ പഴയ സാധനങ്ങൾക്ക് അറബികൾ ആദി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആദിൻ്റെ കാലത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദിൻ്റെ കാലം അറബികളുടെ വാക്കുകളിലും വാമൊഴികളിലുമൊക്കെ അവർക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ വാക്കുകളിൽ ആദിൻ്റെ കഥ പറയുന്നത്. മക്ക മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അവരുടെ നബിയെ തള്ളിപ്പറഞ്ഞ ജനതയായിരുന്നു ആദ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കദ്ദബത്ത് ആദുനിൽ മുർസലീൻ, ആദ് മുർസലീങ്ങളെ കളവാക്കി. ഒരുപാട് മുർസലീങ്ങളെ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പണ്ഡിതന്മാർ പറയുന്നത് ഒരു റസൂലിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു റസൂലിനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ എല്ലാ റസൂലിനെയും തള്ളിപ്പറയലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഈസാ നബിയെയും മൂസാ നബിയെയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈസാ അലൈഹി സ്വലാമിനെ ഒരാൾ ആക്ഷേപിച്ചാൽ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. കാരണം എല്ലാ റസൂലുമാരെയും അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്, മുഅ്മിനാകുന്നത്. ഇത് ഖാല ലഹും അഖൂഹും ഹൂദുൻ അലാ തത്തഖൂൻ, അവരുടെ സഹോദരൻ ഹൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ സഹോദരനായിരുന്നത് പോലെ അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാളായിരുന്ന ഹൂദ് അലൈഹിസ്സലാം, അദ്ദേഹം അവരോട് ചോദിച്ചു, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അഥവാ നിങ്ങളുടെ പോക്ക് ശരിയല്ല, ഇത് ആപത്തിലേക്കാണ്, ഇത് നാശത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ച് ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നില്ലേ എന്ന് അവരോട് ചോദിച്ചതാണ്. അവരോട് നടത്തിയ മുഴുവൻ പ്രബോധന പ്രവർത്തനങ്ങളെയും കൂടി ഒറ്റവാക്കിൽ ഒതുക്കിയതാണ് അലാ തത്തഖൂൻ എന്ന ചോദ്യം. ഇന്നി ലക്കും റസൂലുൻ അമീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കുള്ള വിശ്വസ്തനായ റസൂലാണ്. വിശ്വസ്തനാണ് എന്ന് ഇവിടെ എടുത്തു പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് മക്കാ മുശ്രിക്കുകൾക്ക് വിശ്വാസമായിരുന്നു എന്നതുപോലെ ഹൂദ് നബി അലൈഹിസ്സലാം ആദുകാർക്കും അതിൻ്റെ മുമ്പ് തന്നെ വിശ്വസ്തനായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അവർ കളവാക്കിയത് എന്ന് സൂചന. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഫത്തഖുല്ലാഹ വ അത്തിഉനി, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ പുലർത്തുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ എന്നാണ്. നമസ്കാരത്തിലെ പോലെ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള ഭക്തി, അവൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അവൻ ഇത് സ്വീകരിക്കണമെന്നും ഇത് നിർവഹിച്ചാൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നും നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുമെന്നും ഒക്കെയുള്ള വിചാരത്തോടു കൂടിയാണ് ഒരാൾ നമസ്കരിക്കുന്നത്. പക്ഷേ അയാൾ കുനിയുന്നത് ഇമാമ് കുനിയുമ്പോഴാണ്, അയാൾ നിവരുന്നത് ഇമാമ് നിവരുമ്പോഴാണ്. ഇങ്ങനെയുള്ളൊരു ബന്ധമാണ് അള്ളാഹുവും റസൂലും വിശ്വാസികളും തമ്മിലുള്ളത്. അള്ളാഹുവിനോട് ഈമാനും തഖ്വയും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുധാവനം ചെയ്യുക, പിൻപറ്റുക, അനുസരിക്കുക ഒക്കെ ചെയ്യുക. അതാണ് എല്ലാ നബിമാരും ആവശ്യപ്പെട്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുതന്നെയാണ് ആവശ്യപ്പെട്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് അറബികൾ അംഗീകരിക്കുന്ന, അവർ കേട്ട് പരിചയിച്ചിട്ടുള്ള അഹദ് ജനതയോട് ഹൂദ് അലൈഹിസ്സലാമും പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത്. വമാ അസ്അലുക്കും മിൻ അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ. നേരത്തെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കഥ പറഞ്ഞപ്പോൾ വന്ന അതേ വാചകം. ഞാൻ ഈ ഇസ്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. കാരണം ഭാവിയിൽ വരാൻ പോകുന്ന, നിങ്ങൾ സൂക്ഷിക്കേണ്ടതുള്ള ആപത്ത് വരാനുണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത് ജ്യോത്സ്യന്മാരാണ്. അവർ പ്രശ്നം പറഞ്ഞു കൊടുക്കും, പിന്നെ പരിഹാരം ചെയ്യണമെങ്കിൽ, പരിഹാരം പറഞ്ഞു കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഭാവിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ആപത്ത് വരുന്നുണ്ട്, അതിന് ഇന്ന ക്രിയകൾ ചെയ്യണം എന്നൊക്കെയാണ് പറയൽ. എന്നാൽ ഇതങ്ങനെയൊന്നുമല്ല. ഇത് അല്ലാഹു തആല പറഞ്ഞയച്ചിട്ട് നിങ്ങളോട് പറയുന്നതാണ്. ഇത് സ്വീകരിക്കാൻ എന്തെങ്കിലും ഫീസോ
അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഭാവിയിൽ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ അടുത്തുനിന്ന് വല്ല പ്രതിഫലമോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിലൂടെ എനിക്കെന്തെങ്കിലും ദുന്യവിയായ നേട്ടമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലോ വെറുതെ അല്ല ഞാൻ ഈ പണി ചെയ്യുന്നത്, എനിക്ക് തികച്ചും പ്രതിഫലം കിട്ടും. എവിടെ നിന്നാണ്? റബ്ബുൽ ആലമീനായ അള്ളാഹു തരുന്നതാണ് എനിക്ക് പ്രതിഫലം, വേറെ ആരും തരുന്നതല്ല. അവൻ പ്രതിഫലം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ, അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനും ഞാൻ ഉണ്ടാവുകയില്ല എന്നൊക്കെ തെര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് അദ്ദേഹം എടുത്തു പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് തന്നെയാണ് മുമ്പ് നബിമാർക്ക് ഉണ്ടായിരുന്നത് എന്നും ആ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുടെ അതേ സ്ഥിതിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.